പ്രശാന്ത് സാർ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വേടൻ എന്ന് പറയുന്ന റാപ്പറെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടിച്ചതിനു ശേഷം വലിയ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുകയാണ്. അതിൽ അഡ്രസ് ചെയ്യപ്പെടുന്നതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, വേടൻ എന്ന് പറയുന്ന ഈ ഗായകന്റെ നിറം, ജാതി, ഇതൊക്കെയാണ്. പിന്നെ വേടനെ കുടുക്കിയ കേസിൽ വേടൻ അനുകൂലികൾക്ക് പറയാനുള്ളത്, പുലിപ്പല്ല് കേസിൽ വേടനെ പോലെ ഒരാളെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ നടപടിയെടുക്കാൻ ഫോറസ്റ്റ് ഒക്കെ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ നടൻ മോഹൻലാലിന് ആനക്കൊമ്പ് കേസിൽ ലഭിച്ച ഒരു ആനുകൂല്യം പുലിപ്പല്ല് കേസിൽ വേടന് ലഭിക്കുന്നില്ല എന്നാണ്. ഈ വിമർശനത്തെ നമുക്ക് എത്രത്തോളം സ്വീകരിക്കാൻ സാധിക്കും? ഒരു ശരിക്കും പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വേടന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. കാരണം വേടൻ ഒരു കറുത്ത ഉടുപ്പ് ഇട്ട് എന്റെ നിറം കറുപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു പോപ്പ് ഗായകനും അല്ലെങ്കിൽ ഇതുപോലെ മർദ്ദിക്കപ്പെട്ട അല്ലെങ്കിൽ പീഡിതപ്പെട്ട ആൾക്കാരുടെയൊക്കെ ഭാഗമായിട്ട് ഉള്ള ആളും ഒക്കെ ആയിട്ടാണല്ലോ അവതരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവരാണല്ലോ ഇപ്പൊ വേടന്റെ പിറകിലുള്ളത്. ഇതിനകത്ത് ഇപ്പൊ വേടന്റെ പേരിൽ കേസ് വന്നു. വേടൻ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന പീഡിത വർഗത്തിന്റെ ആളായതുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. വേടൻ ഈ പറയുന്ന പൊതുജന മധ്യത്തിൽ വരുന്നതിന് വേണ്ടി ആ പാവം പിടിച്ചവനെ ഉയർത്തി കാണിക്കുന്നതിന് ആരൊക്കെയോ ഉണ്ടായതുകൊണ്ടും, അല്ലെങ്കിൽ അതിന് ആരൊക്കെയോ ശ്രമിച്ചത് കൊണ്ടും, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടും അല്ലെങ്കിൽ പ്രസ്താവനകളും ഒക്കെ ആൾക്കാരിൽ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണല്ലോ ഈ വേടൻ എന്ന് പറയുന്ന ആൾ സമൂഹത്തിൽ ഒരു കക്ഷിയായി മോഹൻലാലോടും ഉപമിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഇപ്പൊ മാറിയത്. വേടൻ ആരാധകരുണ്ടായത്. അപ്പം വേടൻ പറഞ്ഞതും വേടനെ പൊതുമധ്യത്തിൽ സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമിൽ ഈ വേടനെ കൊണ്ടുവന്നില്ലേ? വേടൻ അവസരങ്ങൾ കൊടുത്തില്ലേ? വേടൻ ഒരു ഐക്കണായിട്ട് നിന്നിട്ട് ഇവിടെ വിദ്യാർത്ഥികളുടെ അടുത്ത് അയാൾ പറഞ്ഞത് എന്താണ്? മദ്യം ഉപയോഗിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, അല്ലെ ഈ പറയുന്നത് പോലെ അത്തരത്തിൽ നല്ല ഉപദേശങ്ങൾ നൽകിയിട്ട് ഇയാളെ പരിശോധിക്കുമ്പോൾ ഇയാൾ നിരന്തരം മയക്കുമരുന്നിന് അടിമയാണ്. ഈ പറയുന്ന വേടന് വേണ്ടി ആരാധകർ പറയുന്ന വേടന്റെ കൂടെ പിടിച്ച് ഏതാണ്ട് 9 പേരോളം ഉള്ളവരുടെ പേര് പരിശോധിക്കുമ്പോൾ എല്ലാം പിള്ളേ നായരും ഒക്കെ. അതെന്താ വെളി വരാത്തത്? വേടൻ മാത്രമേ ഉള്ളല്ലോ അതിനകത്ത് കറുത്തത്, ബാക്കിയുള്ളവരെല്ലാം വെളുത്തതാ. അതെന്താ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ആൾക്കാർ സംസാരിക്കാത്തത്? അല്ലെങ്കിൽ വേടന്റെ ഭാഗമായിട്ടും വേടൻ പറയുന്ന വാചകങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നതും വേടനെ വേട്ടയാടുന്നത് അദ്ദേഹം ഏതാണ്ട് കുറഞ്ഞ ജാതിക്കാരനായതുകൊണ്ടും കറുത്തവനായതുകൊണ്ടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഈ കറുത്തവരുടെ കൂടൊന്നും അല്ലല്ലോ വേടൻ ഇരുന്ന് കഞ്ചാവ് വലിച്ചത്. വേടൻ, നിങ്ങൾ വേദനിക്കുമ്പോൾ വേടൻ പറഞ്ഞല്ലോ ഞാൻ മദ്യപിക്കാറുണ്ട്, കഞ്ചാവ് വലിക്കാറുണ്ട്. എല്ലാം ഈ വേടൻ പറഞ്ഞ കാര്യവും അയാളുടെ ജീവിത സാഹചര്യവും അയാളുടെ കാര്യങ്ങളും ഒക്കെ ഞാൻ അങ്ങ് വെക്കാം. പക്ഷെ വേടൻ, നിങ്ങൾ കഞ്ചാവ് അടിക്കുന്നതിനകത്തും എനിക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങൾ കള്ളു കുടിക്കുന്നതിനകത്തും എനിക്ക് ബുദ്ധിമുട്ടില്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ നിങ്ങൾ ഇത് അടിച്ചിട്ട് പൊതുമധ്യത്തിൽ വന്നിട്ട്, അല്ലെ നിങ്ങളെ വിശ്വസിച്ച് ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനവും ചാനലുകളും ഒക്കെ കഞ്ചാവിനും മയക്കുമരുന്നിനും എതിരെ ഉള്ള ഒരു ഐക്കണായിട്ട് നിങ്ങളെ പ്രചരിപ്പിക്കുമ്പോൾ, നിങ്ങൾ ഇത് വലിച്ചിട്ട് വന്ന് അവിടെ നിന്ന് പാട്ട് പാടുകയും ഇവിടുത്തെ പിള്ളേരെ കഞ്ചാവ് വലിക്കരുത്, കള്ളു കുടിക്കരുത് പറയുമ്പോൾ നിങ്ങളുടെ പുറകിൽ എന്തോ ഒരു അജണ്ട ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരാളാണോ? പിന്നെ രണ്ടാമത്, മോഹൻലാലിന്റെ ആനക്കൊമ്പും ഇയാളുടെ പുലിപ്പല്ലും, ഇത് ആരെങ്കിലും ആൾക്കാർ ഇയാളുടെ പുലിപ്പല്ലും എടുത്ത് വെച്ചുകൊണ്ട് പോയതാണോ? ഇയാളെ കഞ്ചാവ് അടിക്കുന്നത് ഇവിടുത്തെ എക്സൈസുകാര് റൂമിൽ കയറി പിടിക്കുന്നു, അവിടുന്ന് കഞ്ചാവ് പിടിക്കുന്നു, ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു, ഇയാളെ ദേഹപരിശോധനയും അല്ലെങ്കിൽ ഈ പോലീസിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുമ്പോൾ ഇയാളുടെ കഴുത്തിൽ പുലിപ്പല്ലുണ്ടാകുന്നു. ഇത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലോക്കറ്റ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നു, ഇത് പുലിപ്പല്ലാണെന്ന് കാണുന്നു. പുലിപ്പല്ലാണെന്ന് കാണുമ്പോൾ ഈ പറയുന്ന പുലിപ്പല്ല് ഒരാളുടെ കഴുത്തിൽ വരുമ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അതിനെതിരെ കേസെടുത്തേ മതിയാകൂ. അത് ആനക്കൊമ്പും പുലിപ്പല്ലും ഒക്കെ സുരേഷ് ഗോപിയുടെ നെഞ്ചത്തായാലും ഈ പറയുന്നത് പോലെ മോഹൻലാലിന്റെ നെഞ്ചത്തായാലും എന്റെ നെഞ്ചത്തായാലും മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തായാലും പ്രധാനമന്ത്രിയുടെ നെഞ്ചത്തായാലും ഒരേ നിയമമാണ്. അതിന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. വേടൻ പറയട്ടെ, വേടന് പുലിപ്പല്ലാണെന്ന് അറിയത്തില്ല, വേടൻ ഇത് കൊടുത്തതാണെന്ന് അറിയത്തില്ല, അങ്ങനൊക്കെ പറയാനൊക്കുവോ? ഇവിടുത്തെ മോഹൻലാലിന്റെ പേരിൽ ആനക്കൊമ്പ് വന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ നടനായിട്ടുള്ള ഒരു മാന്യക്കൊന്ന കേസിൽ എത്ര നാള് ഒരു ഹിന്ദി സിനിമ നടനകത്ത് കിടന്നു. അയാൾ വെളുത്താണല്ലോ വരുന്നത്, വേടന്റെ കൂട്ട് കറുത്തല്ലല്ലോ വരുന്നത്. ഈ പറയുന്ന ഈ അന്വേഷണം ഒക്കെ നടക്കുമ്പോ അപ്പൊ അത് പോട്ടെ, ഈ പുലിപ്പലിന്റെ വിഷയം വന്നു. വേടനല്ലായിരുന്നെങ്കിൽ മോഹൻലാലിന്റെ ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞു. ഈ പറയുന്നത് പോലെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കുന്ന ഇന്നലെ ഒരു പള്ളിയിലച്ഛൻ ഉൾപ്പെടെ ഉള്ളൂ. അദ്ദേഹത്തെ എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ആളാ.
അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളോട് നമുക്ക് ആനുകൂല്യമുണ്ട്. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കരുത്. പള്ളിയിലച്ഛനായാലും കൊള്ളാം, തിരുമേനി ആയാലും കൊള്ളാം, ഉസ്താദായാലും കൊള്ളാം. പള്ളിയിലച്ഛൻ ഇന്നലെ പറഞ്ഞേക്കുന്ന അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. വേടന്റെ രാഷ്ട്രീയത്തോട് എനിക്ക് ആനുകൂല്യമാണ്, വേടൻ മദ്യപിക്കുക അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് അത് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ മോഹൻലാലിനും വേടനും രണ്ട് നീതി, അങ്ങനെ പറയരുത്. ഇദ്ദേഹത്തെ വലിയ ബഹുമാനത്തോടെ സമൂഹം കാണുന്ന ആളാ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പറയുന്ന വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. ഈ പറയുന്ന അച്ഛന്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ജനം അതുപോലെ വിശ്വസിക്കും. ഈ പറയുന്ന കേസും ആ കേസും തമ്മിൽ വ്യത്യാസമുണ്ട്. ആന ഒരു വൈൽഡ് ആനിമലിന്റെ കൂട്ട് തന്നെ ഡൊമസ്റ്റിക് ആനിമൽ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഇടയ്ക്ക് നാട്ടാനയുണ്ട്, നാട്ടാനയ്ക്ക് ഉടമസ്ഥനുണ്ട്. അപ്പം ഈ പറയുന്നത് പോലെ മോഹൻലാലിന്റെ ഭവനത്തിൽ നിന്ന് 2014 ഒരു IT സെർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആനക്കൊമ്പ് ഇരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു, അല്ലെ മാധ്യമങ്ങൾ കൊണ്ടുവന്നു. അത് ആ ആനക്കൊമ്പ് പരിശോധിച്ചു. ആനക്കൊമ്പ് ഒരു വീട്ടിൽ വെക്കാൻ സാധിക്കാത്തതോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ കസ്റ്റഡിയിൽ എങ്ങനെ ആനക്കൊമ്പ് വന്നെന്ന് അന്വേഷണം വന്നു. അന്വേഷണം വന്നപ്പോൾ ഈ ആനക്കൊമ്പ് എന്ന് പറയുന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാളിന്റെ ആനക്കൊമ്പാണ്. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആൾക്ക് അയാൾ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുണ്ടായിരുന്നു. ഈ ആന മരിച്ചുപോയി, ചരിഞ്ഞുപോയി. ഇതിന്റെ കൊമ്പാണ്, ഇതിന് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇത് മോഹൻലാലിന്റെ കൈവശമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഈ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്താണെന്ന് പറഞ്ഞത്. എല്ലാ ഡോക്യുമെന്റ്സും ഉള്ള സമയത്ത്, ഇത് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഈ കേസ് തീരുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ കേസിന് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന രീതിയിൽ കോടതി വന്നപ്പോൾ വീണ്ടും ഗവൺമെന്റ് ആരാണ്ട് റിട്ട് കൊടുത്ത് ആ കേസ് ഇപ്പൊ ഹൈക്കോടതിയിൽ സ്റ്റേയിലാണ്. എന്നിട്ട് പോലും കോടതി അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഗവൺമെന്റ് അദ്ദേഹത്തിന് ആനുകൂല്യം കൊടുത്തില്ല. അതും ഇതും ഒരുപോലെയാണോ? പുലിയെ വീട്ടിൽ വളർത്താനൊക്കെ പുലിയുടെ പല്ല് എവിടുന്ന് കിട്ടി, പുലിയുടെ നഖം എവിടുന്ന് കിട്ടി, ഇതിനെ എവിടെ വെച്ച് കൊന്നു, ഇതിനെ ആര് കൊന്നു? ഇയാൾ പറയുന്ന ഏതാണ്ടൊരു അവൻ ഒരു അദ്ദേഹത്തിന് പറയുന്ന ആളുടെ പേര് നമുക്ക് കുമ്മിടി എന്ന അവന്റെ അവസാന പേര്, ഒരു കുമ്മിടി, രഞ്ജിത്ത് കുമ്മിടി. രഞ്ജിത്ത് കുമ്മിടി. അപ്പൊ ഒരു കുമ്മിടിക്കളിയാ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു കുമ്മിടിക്കളി അറിയത്തില്ലേ? ജഗതിയുടെ കുമ്മിടി വേഷമുണ്ട് അതിനകത്ത്. ജഗതി അവിടെ ഇരിക്കുന്നത് കാണുന്നു, ഉടനെ തന്നെ ഇന്നസെന്റ് ഓടിച്ചെന്ന് പറയാൻ പോകുമ്പോ അവിടെ ഇരിക്കുന്നു. അപ്പൊ കുമ്മിടി ഇന്നസെന്റ് അവിടെ ഇരിക്കുന്നു, ജഗതി ഇവിടെ ഇരിക്കുന്നു ജൂലി എന്ന് പറയുന്ന പോലെ ഇപ്പൊ ഇതിനകത്തെ കളി. കുമ്മിടിയെ കാണാനില്ല, പുലിപ്പല്ല് മാത്രമേ കാണാനുള്ളൂ. നമ്മൾക്ക് ഈ വേടൻ എന്ന് പറയുന്ന ആളിനോട് യാതൊരു രീതിയിലുള്ള അതൃപ്തിയുമില്ല. അദ്ദേഹം ആ പീഡനം അനുഭവിച്ച് വളർന്നതാണെങ്കിൽ അത് ആ പീഡനത്തിന്റെ കാര്യം ജനത്തോട് പറയണം. ആ പീഡനം എന്തുകൊണ്ട് അനുഭവിച്ചു എന്നുള്ള കാര്യം പറയണം. പക്ഷെ ആ കാര്യം പറയുന്നത് ഈ സത്യസന്ധമായിരിക്കണം. ഇപ്പോൾ പരിശോധിക്കുമ്പോൾ വേടൻ സത്യസന്ധമല്ല. വേടൻ പറഞ്ഞ കാര്യങ്ങളും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടാണ്. വേടൻ ഈ പാവം പിടിച്ചവരുടെ കഥ പറഞ്ഞ് പാട്ടുപാടി നാട്ടുകാരെ ആവേശത്തിലാക്കി ഒരു കൂട്ടം ആരാധകരെ ഉണ്ടാക്കി സ്വന്തം താല്പര്യം മാത്രം സംരക്ഷിച്ചു പോവുകയും ഈ സമൂഹത്തെ ഒരു ധ്രുവീകരണം ഇതിന്റെ പേരിൽ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു വേടനായിട്ട് നമ്മൾക്കിപ്പോൾ സംശയം തോന്നിയിരിക്കുന്നു. അതാണ് വേടനോടുള്ള അഭിപ്രായ വ്യത്യാസം. വേടൻ പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾ, കറുത്തവരായിട്ടുള്ള ആൾ, അവർക്ക് സമൂഹത്തിൽ വേർതിരിവുണ്ടെങ്കിൽ ആ വേർതിരിവിനെതിരെ പോരാടാൻ ഞാനും നീയും അല്ലെങ്കിൽ നമ്മളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ വേർതിരിവ് പറഞ്ഞ് ഒരു ധ്രുവീകരണം ഉണ്ടാക്കി വേടന്റെ പുറകിൽ കുറെ ആളിനെ കൂട്ടി സമൂഹത്തിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ പറഞ്ഞിട്ട് ആ കൊള്ളരുതായ്മയുടെ എല്ലാം ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വേടനാണെങ്കിൽ ആ വേടനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ആ വേടനെയാണ് തിരിച്ചറിയുന്നത്. ഇതുപോലെ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, വനം സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇതിന്റെ മറവിൽ, മനുഷ്യാവകാശത്തിന്റെ മറവിൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം നടത്തിയിരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരും അല്ലെങ്കിൽ വനം സംരക്ഷകർ, പ്രകൃതി സംരക്ഷകർ എന്ന് പറഞ്ഞിട്ട് ആ പ്രകൃതിയെ നശിപ്പിക്കാൻ നിൽക്കുന്നവന്റെ കൂടെ നിന്ന് അച്ചാരം മേടിച്ച് അല്ലെങ്കിൽ ഈ പദവി ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ വേടന്റെ ഈ ചെയ്തി നമ്മൾ ആ രീതിയിൽ ഓർമ്മ വരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന പള്ളിയിലച്ഛനും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലും ഉള്ള ആൾക്കാർ ആലോചിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മോഹൻലാലിന്റെ ആനക്കൊമ്പും വേടന്റെ പുലിപ്പല്ലും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ആ കേസ് രണ്ട് കേസാണ്. അല്ലാതെ മോഹൻലാൽ ഒരു ആനുകൂല്യവും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല, അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കാര്യം പറയുമ്പോൾ അത് കേരളത്തിൽ ഇപ്പൊ വലുതായിട്ട് പാടേണ്ട കാര്യമൊന്നുമില്ല.
ഇവിടെ പാർശ്വവർഗപ്പെടുന്നവന് നീതി ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും നിൽക്കുന്നുണ്ട്. അവന് നീതി വളരെ കാലം മുമ്പേ ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ത്യയിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ആളാണ് ഇപ്പൊ ഈ വേടൻ പാടി നടക്കുമ്പോൾ വേടന്റെയും ഇവിടുത്തെ രാഷ്ട്രപതിയുടെയും നിറം കറുപ്പാണ് വേടന അവകാശം പറയുമ്പോൾ. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വെളുത്തിരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം OBC-കാരനാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും എല്ലാം ഈ വേടൻ പറയുന്നതും അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഒക്കെ പോസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ ഇത്രയും ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും പരിഗണനകളും ഒക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള വേടന്മാർ ഈ പറയുന്ന പാവത്തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യുദ്ധത്തിനിറക്കി വിടാതെ അവരെ നല്ല രീതിയിൽ നയിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് അതിനുള്ള മാർഗനിർദ്ദേശം കൊടുത്ത് സമൂഹത്തിന്റെ ഭാഗമാക്കാനും സമൂഹത്തിന്റെ ഉയർന്ന പദവിയിൽ എത്തിക്കാനും ഒക്കെ ശ്രമിക്കണം. ഇപ്പൊ വേടൻ ചെയ്യുന്നത് വേടന്റെ താല്പര്യമാണ്. അതാണ് ഇപ്പൊ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വേടന്റെ കൂടെ നിൽക്കുന്നവർ ആലോചിക്കുക, ഈ പള്ളിയിലച്ചൻ ഉൾപ്പെടെയുള്ളവർ ആലോചിക്കുക. വേടന്റെ പല്ലും മോഹൻലാലിന്റെ കൊമ്പും രണ്ടാണ്. യെസ്, അതാണ് പ്രശാന്ത് സാർ അവസാനം കൺക്ലൂഡ് ചെയ്ത ഒരു പോയിന്റ് ആണ്. വേടന്റെ പല്ലും മോഹൻലാലിന്റെ കൊമ്പും രണ്ടും രണ്ടാണ്. ഒന്നിന് എല്ലാ നിയമവശങ്ങളും നിയമാനുസൃതമായ എല്ലാം അനുസരിച്ചുകൊണ്ട് ഒരെണ്ണം ഒരു പ്രദർശന വസ്തു പോലെ സൂക്ഷിച്ചിരിക്കുന്നു. മറ്റൊരെണ്ണം നിയമം തെറ്റിച്ച് നിയമം കാറ്റിൽ പറത്തി അനധികൃതമായി കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഒപ്പം നമ്മുടെ ചില സമയങ്ങളിലെങ്കിലും മലയാളത്തിലെ കലാ സാംസ്കാരിക രംഗത്തെ ചിലരെ രക്ഷിച്ചെടുക്കാൻ പറയുന്ന ഒന്നാണ് അല്ലെങ്കിൽ കൂട്ടുപിടിക്കുന്ന ഒന്നാണ് ജാതിയും ദൈവങ്ങളും. അത് തന്നെ വേടന്റെ കാര്യത്തിലും നടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.